ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. സമയം 7 മണി. ബാക്കി സൗണ്ട് കേൾക്കുന്നത് പിന്നെ കിറ്റിൽ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 7 മണിക്ക് എഴുന്നേറ്റ് പലതും തേച്ചിട്ടില്ല, എഴുന്നേറ്റതേ ഉള്ളൂ. 8 മണിക്ക് ഞങ്ങൾക്ക് പോകണം. ഇവിടുത്തെ എന്നാണ് പറയില്ല, കാരണം ഹീറ്റർ ഉള്ളത് കാരണം ഹീറ്ററിൻ്റെ ബലത്തിലാണ് ഞങ്ങൾ റൂമിലിരിക്കുന്നത്. ഉറങ്ങാൻ പറ്റിയിട്ടു, നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ. പക്ഷേ ഞങ്ങൾക്ക് 8 മണിക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ക്യാബ് ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ 8:15 പോകാം. പക്ഷേ 8:15 ഫുഡ് ആവുമെന്ന് ഉറപ്പില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ ആവുകയാണെങ്കിൽ പാർസൽ എടുത്തിട്ട് പോണ വഴിക്ക് കഴിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ട്, അത് കഴിക്കും. പോകുന്ന വഴിക്ക് കടകം ഉണ്ടോയെന്നറിയില്ല, ഉണ്ടോയെന്നറിയില്ല എന്നല്ല, എന്തെങ്കിലും കഴിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മാഗി ഒക്കെ ആയിരിക്കും മിക്കവാറും. കാരണം ഇന്ന് പോകുന്നത് ഗുൽമാർഗിലാണ്. ഗുൽമാർഗിലത്തെ ഫേമസ് ഗണ്ടോല കേബിൾ റൈഡ് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കുറച്ച് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ അപ്പോൾ പോയി വേഗം റെഡി ആവട്ടെ. സോ വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് കശ്മീർ ഇൻ ഗുൽമാർഗ്. പക്ഷെ ഗുൽമാർഗ് എത്തിയിട്ടില്ല, ഇത് ശ്രീനഗർ തന്നെ. അപ്പോൾ പിന്നെ കാണാം. അപ്പോൾ ഇതാ റെഡിയായി. സോ ഇത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇട്ടേക്കുന്നത് അകത്തൊരു തെർമൽസ് ഇട്ടിട്ടുണ്ട്. ഇത് ഫ്ലീസ്, പിന്നെ തെർമൽ ബോട്ടം, സ്നോ പ്രൂഫ് പാൻറ്റ്, ഇനി ഗ്ലൗസ് ഉണ്ട്, വുളൻ സോക്സ് ഉണ്ട്, ബൂട്ട്സ് വരും. ബൂട്ട്സ് ഞങ്ങൾക്ക് റെൻ്റ് എടുക്കണം. അതും മാത്രമല്ല ജാക്കറ്റ് ഉണ്ട്, നെക്കോമുണ്ട്, ബാക്കി എല്ലാ സാധനങ്ങളും സെറ്റാണ്. അപ്പം ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ എത്താറായി. അപ്പോൾ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ ഭയങ്കര ടൈം നേരത്തുണ്ട്, 8 മണിയാണ്. അപ്പോൾ ഫുഡൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കും. ബ്രെഡ് ടോസ്റ്റും ഓംലെറ്റും, പിന്നെ ഇത് ഞങ്ങൾ ബ്ലാക്ക് കോഫി ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി താഴെ പോകണം. അപ്പോഴേക്കും ഞങ്ങളുടെ ചേട്ടൻ വരും. അപ്പോൾ വേഗം കഴിക്കട്ടെ. ഇത് ഇവരുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ തന്നെ ബേക്കറിയാണ് കേട്ടോ, അദൂസ് ബേക്കേഴ്സ്. ക്രീം ബൈ അദൂസ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവരുടെ സ്റ്റേയും നല്ലതാണ്. ഇതിൻ്റെ ലൊക്കേഷനാണ് ഏറ്റവും അടിപൊളി. കറക്റ്റ് ശ്രീനഗറിൻ്റെ സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലായിടത്തേക്കും ആക്സസിബിളാണ്, എവിടേക്ക് വേണമെങ്കിൽ പോകാൻ. ഇപ്പോൾ തൊട്ടടുത്ത് ഞാൻ ഇന്നലെ കാണിച്ചില്ലേ, ഒരു ഇടിവെട്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു മോളുണ്ട്. പക്ഷെ ഇന്നലെ മോളിൽ പോകാൻ പറ്റിയില്ല, അത് ഇന്നോ നാളെയോ അല്ല പോവാം. ദിസ് ഈസ് ആർ. അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നു. ഇത് ഗുൽമാർഗിലേക്ക് പോകുന്ന വഴിയുള്ളൊരു സ്ഥലമാണ് തൻമാർഗ്. അവിടുത്തെ ഒരു റെൻ്റൽ ഷോപ്പാണ്. ഇവിടെ ഷൂസും റെൻ്റൽ ബൂട്ട്സും ജാക്കറ്റൊക്കെ കിട്ടും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ബാർഗെയിനിങ് ചെയ്ത് ഒരു ടാക്സി, അതായത് നമ്മൾ ശ്രീനഗർ ടു ഗുൽമാർഗ് എവിടെയൊക്കെ വരാണെങ്കിലും അവിടെ നിന്ന് പിന്നെ അവിടുത്തെ യൂണിയൻ ക്യാബ് ഇവരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ബൂട്ട്സ് ഇട്ട് നടക്കാനുണ്ടല്ലോ അത്ര വലിയൊരു സുഖമില്ല, കാരണം ഇത് കറക്റ്റ് ഫിറ്റ് ആയിരിക്കില്ല, കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ ഓക്കെ, ഒരു പറ്റി വണ്ടിക്കാർ ഇട്ടിട്ട് കഴിഞ്ഞു. സോ നമുക്ക് പല ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ടാക്സി എടുത്തിട്ട് നമുക്കൊരു വാട്ടർഫോൾ കാണാൻ പോകാം, ഗണ്ടോലയുടെ അവിടെ വരെ അവർ തന്നെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന ക്യാബിൽ പോയിട്ട് അവിടെ നിന്ന് ATV ബൈക്കോ അല്ലെങ്കിൽ സ്ലേയോ അങ്ങനെ വല്ലതൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ ഏറ്റവും സേഫ് ആൻഡ് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടാക്സി ഇവിടെ നിന്ന് എടുക്കുന്നതാണ്. അതിപ്പോൾ ബാർഗെയിനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനത് ആ ഗണ്ടോലയുടെ കേബിൾ കാർ റൈഡിന് വേണ്ടി കയറി. അവിടുത്തെ ക്യൂ ഉണ്ടോ? ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ എപ്പോഴും തിരക്കാണ്. പിന്നെ ഞങ്ങൾ കുറേ മലയാളികൾ കണ്ടു കേട്ടോ, അത്യാവശ്യം കുറേ മലയാളികൾ ഉണ്ട്. നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടു,
സ്നോ പ്രൂഫ് ഗ്ലൗസ് ഇട്ടിട്ടില്ല, കാരണം എനിക്കിപ്പോൾ വീഡിയോ എടുക്കേണ്ടത് കാരണം സ്നോ പ്രൂഫ് ഗ്ലൗസ് ഇട്ടിട്ടില്ല. അതെന്നാ സ്നോ വരുമ്പോൾ കാണിച്ചു. ഇതാണ് നമ്മൾ ഓൺലൈനിൽ എടുക്കുന്ന ID ഇങ്ങനെയാണ് കേട്ടോ. സോ ദിസ് ഇസ് ഫോർ ഫേസ് 1. ഇനി ഇതുപോലെ തന്നെ അല്ല, ഇത് 2-way ടിക്കറ്റാണ്. ഫേസ് 1-നും ഫേസ് 2-നും കമ്പൈൻഡ് ആയിട്ട് എടുത്തേക്കുന്നത്. ഇതാണ് കേബിൾ കാർസ് നമ്മൾ കയറാൻ പോകുന്നത്. ഫേസ് 1 എത്തി നമ്മൾ. പക്ഷേ നമുക്ക് ഫേസ് 2-ലേക്ക് പോകണമല്ലോ. അപ്പോൾ ഇപ്പോളെ അവിടെ പോയിട്ട് തിരിച്ചു വരാമെന്ന് വെച്ചു. ഇതാകുമ്പോൾ ഇപ്പം തിരക്കധികം ഇല്ല. ഇതാണ് ഫേസ് 1. നല്ല തിരക്ക് കണ്ടാൽ നോക്കി, ഫുൾ ആൾക്കാർ. അവിടെ അധികം നേരം നിൽക്കരുതെന്ന് പറഞ്ഞു, കാരണം ഓക്സിജൻ്റെ നല്ല പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് കാരണം നിൽക്കുക, ഒന്ന് ജസ്റ്റ് കാണുക. അവിടുത്തെ ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെ പക്ക പ്രൊഫഷണലായിട്ട് ഉള്ള ആൾക്കാർ കണ്ടക്ട് ചെയ്യുന്നു. എനിക്കിപ്പോഴും ശ്വാസം കിട്ടുന്നില്ല. അപ്പം എന്തായാലും അവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേഗം ഓടി വരും. കണ്ട പോണത് എങ്ങോട്ടൊക്കെ സൈഡിൽ നിങ്ങൾക്ക് ആ മലയുടെ ടോപ്പ് കാണുന്നുണ്ടോ? ആ ടോപ്പിലേക്കാണ് പോകുന്നത്. അയ്യോ. അങ്ങനെ ഞങ്ങൾ ഗുൽമർഗിലെ ഫേസ് 2-ലെത്തി. ഇവിടെ ഫേസ് 1-നെക്കാട്ടിലും പോപ്പുലേഷൻ കുറവാണ്, പക്ഷെ ഭയങ്കര വെയിലാണ്. ഇത് രാവിലെയാണ് സമയം, പക്ഷെ നമ്മൾ ഈ നട്ടുച്ചയ്ക്ക് നിൽക്കുന്ന പോലത്തെ വെയിലാണ്. പിന്നെ ഫുൾ മഞ്ഞായത് കാരണം ഈ വെയിൽ മഞ്ഞൾ തട്ടി നല്ല ഗ്ലെയറും അടിക്കുന്നുണ്ട്. കുറച്ച് പോപ്പുലേഷനേ ഉള്ളൂ അവിടെ. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു തണുപ്പായിരുന്നു ആ ഒരു ടൈമിൽ. അയ്യോ, ഇവിടെ നടക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം, കാരണം തിന്നുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യമൊക്കെ വീഴാനൊക്കെ പോയി. പക്ഷേ ഒരു കൈ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല, പക്ഷെ കൈ തണുക്കുമ്പോൾ പോക്കറ്റിൽ മറ്റേ ആ ഹാൻഡ് വാർമറില്ലേ, അതൊരു പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തണുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൈ എടുത്ത് ഇങ്ങനെ വയ്ക്കും. നമുക്ക് എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല. കുറച്ച് ഏരിയാസിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോരുത്, അങ്ങോട്ട് പോരുത്. അപ്പോൾ ആ ഏരിയയിലൊക്കെ ഇപ്പോൾ ശരിക്കും ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തിയേക്ക് പോലെ ചായ കാപ്പി എന്ന് പറയുന്നൊരു ഫീലുണ്ട്. വലിയത്തിൽ തൊട്ട് നോക്കിയതാ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് തൊടാൻ. ഞാനും തൊട്ടോക്കട്ടെ. ഒറ്റടി കാണാണ് തൊട്ടോ. എടോ ക്ലാസ് വെക്കട്ടോ, അല്ലെ കണ്ണുപോകും. ഒരു മാഗി കടയുണ്ട്. അപ്പം ഞങ്ങൾ മാഗി കഴിക്കാൻ വേണ്ടി പോവാണ് എന്നായിരുന്നു നേരത്തെ ചായ കോഫി എന്നൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്നത്.
നല്ല ചൂടുണ്ട്. സാധാ മാഗിയ, പക്ഷെ നമ്മളുണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല സ്പൈസിയാണ്. സ്പൈസി ചൂട് മാഗി ഈ സമയത്ത് കഴിക്കാൻ. ആഹാ, ഇവിടെ കോഫി കിട്ടും, കാവ കിട്ടും, മാഗിയും കിട്ടും. സോ ഞങ്ങൾ മാഗി കഴിക്കാം. ആക്ച്വലി വിചാരിച്ചത്ര തണുപ്പില്ലല്ലേ? വിചാരിച്ച ആ ഒരു തണുപ്പില്ല. ഇങ്ങനെ പറയുന്ന നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത തണുപ്പുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്, നല്ലപോലെ ഉണ്ട്. പക്ഷെ ഞാൻ കൈ ഒരു ഗ്ലൗസ് ഇടാണ്ടാണ് നിൽക്കുന്നത്. തണുപ്പ് വേദന എടുക്കുന്നുണ്ട്, പക്ഷെ ടോളറേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ തണുപ്പൊന്നും ഇല്ലാതെ സഹിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ മഞ്ഞ് എടുക്കുന്ന റീലൊക്കെ എടുക്കാൻ പിന്നെ മഞ്ഞിൽ കളിച്ചു. വേറെ ഹാൻഡ് കൊണ്ട് മഞ്ഞ് തൊട്ട് എല്ലൊക്കെ വേനെടുത്തിട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത് ഊരിയിരിക്കാൻ നോക്കും. ചെവിയിലേക്ക് പെട്ടെന്നൊരു കാറ്റ് കൂടി വന്നു. അതിൻ്റെയാണെന്നും അറിയില്ല. പെട്ടെന്ന് നമ്മൾ കയറുന്ന ടൈമിൽ എനിക്ക് മറ്റേ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ്സിന് ഇത് വരാൻ തുടങ്ങി. ഛർദ്ദിക്കാൻ പറഞ്ഞ പോലെ ഹാർട്ട് ഭയങ്കര പാൽപിറ്റേഷൻ, ശ്വാസം കിട്ടത്തല്ലേ. അപ്പോൾ അങ്ങനെ ഇതൊരു ചെറിയൊരു കഫേ പോലെ, കഫേ അല്ല, കുഞ്ഞൊരു കടയാണ്. ഇവിടെ ഫസ്റ്റ് എയ്ഡ് അവൈലബിൾ ആണ്, സ്നാക്സും കുറച്ച് സാധനങ്ങൾ. അപ്പോൾ കുറച്ച് നേരം ഇപ്പോഴാണ് ഒന്ന് ശ്വാസം വീണത്. അപ്പോൾ ഇനിയും നമുക്ക് പോവാം, കാരണം തിരിച്ച് പോവാം, കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നത്. വന്ന സമയത്ത് എനിക്ക് നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇറക്കമായത് കാരണം കുഴപ്പമില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടില്ല. ഇതാണ് ഗണ്ടോല ഫേസ് 1. ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പിന്നാലെ നടക്കും. ഒരു ആ റൈഡ് വേണോ ഈ റൈഡ് വേണോ എന്ന് ചോദിച്ചിട്ട്. അതാണ് എൻ്റെ പ്രോബ്ലം. ഈ കണ്ടോ, ഇതിലാണ് ഞങ്ങൾ വന്നത്. നല്ല വെയിലുണ്ട്, പൊള്ളുന്നുണ്ട് വെയിൽ കൊണ്ടിട്ട്. പക്ഷേ ഇവിടെ വലിയ തണുപ്പില്ല. വെയിൽ മുഖത്തൊക്കെ അടിച്ചിട്ട് സംഭവമാവാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണും. അവിടെ സ്കിന്നിൽ ലഞ്ച് കഴിക്കാനായിട്ട് അവിടെ ഒരു സ്ഥലത്തോട് അംബ്രല്ല കുറേ ടെൻ്റ് മെനു ഉണ്ട്. ഞങ്ങൾ ഒരു പ്ലേറ്റ് വെജ് മോമോസും ഒരു മാഗിയും 2 കാവയും ആണ് ഓർഡർ ചെയ്തത്. ഞങ്ങളുടെ മാഗി, മോമോസ് ആൻഡ് കാവ. ഓക്കെ, അപ്പോൾ നമ്മൾ മോമോസ് ചൂടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കാരണം ഇപ്പോൾ ഇത് തന്നു. ആൻഡ് മാഗി. ഈ മാഗി നമ്മൾ ഫേസ് 2 കഴിച്ച മാഗിനെക്കാളും ഡിഫറെൻ്റാണ് അല്ലേ? അതെന്താ? ഷെഫ് മാറിയില്ലേ? ഇത് കുറച്ചുകൂടി ഡ്രൈ ആണ്, മറ്റേത് ഭയങ്കര ഒട്ടയാണ്. ആൻഡ് കാവ, എനിക്ക് ഈ കാവ നമ്മളെ ഹോട്ടലിൽ കഴിച്ച കാവേനേക്കാളും ഡിഫറെൻറ്റ് ടേസ്റ്റ്, പക്ഷെ ഇതിന് കൊള്ളാം. ഇതൊരു കാവ ടേസ്റ്റിനെക്കാട്ടിലും ഒരു ലൈം ടീ അല്ലെങ്കിൽ ഒരു മസാല ചായ ഒക്കെ കുടിക്കാൻ പറ്റി. ഇതിൻ്റെ അകത്തൊക്കെ കണ്ടോ ആൽമണ്ട്സ്, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ലാസ്റ്റ് നമുക്ക് കോരി തിന്നണം, അതിനാണ്. ഞങ്ങളപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി ബൈക്ക് റൈഡിന് പോകാമെന്ന് വിചാരിച്ചു. വെയിൽ കൊണ്ടിട്ട് പൊള്ളുന്നു.
തണുപ്പ് ഇടയ്ക്ക് എനിക്ക് കാറ്റ് കയറുന്ന സമയത്തൊക്കെ നടക്കും. പക്ഷെ ഞാൻ എപ്പോഴും ഈ ഫുൾ ടൈം ഈ കൈ ബെയർ ഹാൻഡായിട്ടാണ്. ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ പിന്നാലെ നടക്കും, ഒരു മനസ്സമാധാനം തരില്ല. കണ്ടോ നമ്മളിത് നടന്ന് പോവാണെങ്കിൽ അവര് പിന്നാലെ കുറേ ദൂരം വരെ ഇങ്ങനെ നടക്കും. അയ്യോ എൻ്റെ കണ്ണ് വെയിൽ കൊണ്ടിട്ട് കൊള്ളുന്നു ആണ് ബൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൾക്കാർ വന്ന് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇവിടെ നിന്ന് കൊടുക്കുന്ന റേറ്റ് വേണ്ട, ഞങ്ങൾ ഡിസ്കൗണ്ടിന് തരാം എന്ന് പറഞ്ഞ റേറ്റ് പറയുന്നത്. വേറെ കുറേ പോയിന്റുകൾ കാണിച്ചു തരാം. ഈ പോയിന്റ് കാണിക്കാന്ന് പറയുന്നുണ്ടല്ലോ ആക്ച്വലി ഒരു വേസ്റ്റാണ്. ഷിക്കാർ റൈഡിന് പോയപ്പോൾ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അവർ 4 പോയിന്റ്സ് കാണിക്കുന്ന പറയും. പോണ വഴിക്ക് നമുക്ക് കണ്ണുകൊണ്ട് കണ്ടാൽ അറിയാം ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് അവരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ ഞങ്ങളുടെ ഷിക്കാർ ചേട്ടൻ 4 പോയിന്റ്സിനാണ് എത്ര രൂപ എന്ന് പറഞ്ഞു. എന്നിട്ട് പോണ വഴിക്ക് അയാൾ ജസ്റ്റ് ഒരു ഹൗസ് ബോട്ട് കാണിച്ചിട്ട് ആ ഹൗസ് ബോട്ടിലാണ് മിഷൻ കാശ്മീർ സിനിമ ഷൂട്ട് ചെയ്തത്. പിന്നെ ഇത് ഒരു ഗാർഡൻ, ആ ഗാർഡൻ എന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ നമുക്ക് കാണാം. എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ 4 പോയിന്റിനാണ് റേറ്റ്, ഞാൻ പക്ഷേ 7 പോയിന്റ്സ് കാണിച്ചു തന്നു, അപ്പോൾ എനിക്ക് ടിപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. സോ 2 സെപ്പറേറ്റ് റൈഡാണ്. ഞങ്ങൾ 15 മിനിറ്റ്സിൻ്റെ മാത്രമേ എടുത്തോളൂ. കാരണം അങ്ങനെ ഞങ്ങൾ ഇതാ ബൈക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഭയങ്കര സാഹസികമായൊരു റൈഡായിരുന്നു അത്. ആദ്യമൊക്കെ കുറച്ച് ഫ്ലാറ്റ് സർഫസ് ആയിരുന്നു. പിന്നെ ഇവർ നമ്മളെ മറ്റേ മാറ്റ് ഡ്രൈവ് പോലെ കൊണ്ടുപോകും. അത്യാവശ്യം നല്ല കുഞ്ഞു മലകളുടെ മുകളിൽ കൂടെയൊക്കെ. അതും എന്താ പറയുക, എൻ്റെ കയ്യിൽ ഈ ക്യാമറയുടെ സ്റ്റിക്ക് ഉള്ളത് കാരണം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ പകുതി വരെ ഞാൻ അത് പിടിച്ചുള്ളൂ. കാരണം പിന്നെ ഒരു കൈ ഞാൻ വണ്ടിയുടെ ബാക്കിൽ പിടിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചോനെ കാത്തോളി എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നിരുന്നത്. ഭയങ്കര റിസ്ക് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതെങ്ങനെയൊക്കെയോ ബാഗിലെടുത്ത് വെക്കാനും പറ്റില്ല. അപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് കഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വന്നപ്പോൾ ഞങ്ങൾ 2 ബൈക്കിലായിട്ടാണ് വന്നത്. പിന്നെ ഒരു പോയിന്റ് എത്തിയിട്ട് അവിടെ നിന്ന് ഇവർ ഒറ്റ ബൈക്കിലേക്ക് ഞങ്ങൾക്ക് മാറാൻ തന്നു. അതായത് മനുവിന് ഓടിക്കാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ബാക്കിലിരുന്നിട്ട് ഇത് എന്നെ കയറ്റി വന്ന ബൈക്കിൽ ചേട്ടൻ എടുത്തു തരുന്ന വീഡിയോ ആണ് കേട്ടോ. സോ അവർ തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തരും. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ബൈക്ക് റൈഡ്. ഞാൻ ആക്ച്വലി ഒരു മിനിറ്റ് നിന്നിട്ട് പറയാം. അതിന് ബൈക്ക് റൈഡ് കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ കാശ് കളയണം അതെന്നൊക്കെ. പക്ഷെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും മിസ് ചെയ്തേനെ. ആദ്യം ഞങ്ങൾ ട്രൈ ചെയ്തു ഒറ്റ ബൈക്കിൽ. അയ്യോ ഒരു മിനിറ്റ് വ്യൂ കാണിച്ചേ. നല്ല ക്യൂട്ട് പാലം. അയ്യോ അയ്യോ അയ്യോ. ഓക്കെ, അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഒറ്റ ബൈക്ക് കിട്ടുമോ, ഭാഗ്യം അങ്ങനെ ഞാൻ കിട്ടി ഞങ്ങളവിടെ ചത്ത് കിടന്നതിന്. അങ്ങനെ അവർ തരില്ല, കാരണം ഇറ്റ്സ് ഡേഞ്ചറസ്, നമുക്ക് പറ്റില്ല. പക്ഷേ വിഷമിക്കണ്ട, കാരണം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ചൊരു ഫ്ലാറ്റ് സർഫസിൽ അവർ നമുക്ക് തരും ഓടിക്കാനായിട്ട്. ആൻഡ് ഏറ്റവും അടിപൊളി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് വീഡിയോ എടുത്ത് തരും, ഫോട്ടോസ് എടുത്ത് തരും, അവർ തന്നെ പറഞ്ഞു തരും പ്രോസസ്സ്. അവർ തന്നെ പറഞ്ഞു തരും പ്രോസസ്സും, ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും. പിന്നെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ബൈക്കിൽ. അപ്പോൾ അത് കാരണം മനുവിൻ്റെ ബൈക്ക് ഓടിക്കണം എന്നുള്ള ആഗ്രഹവും നടന്നു. ഹാപ്പി ആയോ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടിന്ന് അപ്പോൾ അവർ ഓടിക്കാൻ തരും. പോണ വഴിക്ക് ഞാൻ കയ്യിൽ ഈ ക്യാമറയുടെ സ്റ്റിക്ക് പിടിച്ചേക്കണ കാരണം എൻ്റെ ഇത് ഭയങ്കര ഇങ്ങനെ
വളഞ്ഞും ചെരിഞ്ഞൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അത് കാരണം തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ക്യാമറയൊക്കെ ബാഗിൽ വെച്ചിട്ടാണ് വന്നത്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഒരു പോയിന്റ് എത്തുമ്പോണ്ടല്ലോ ഇങ്ങനെ കുത്തനെ ഇറക്കമാണ്. അയ്യോ, ആ സമയത്തൊക്കെ ഉണ്ടല്ലോ നമുക്ക് കണ്ണടരുന്ന ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. സോ സ്നോ ബൈക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കരുത്. ഇത് കണ്ടോ, നമ്മൾ ഫേസ് 1 ലൈനിൻ്റെ ക്യൂ ഞങ്ങൾ വന്നപ്പോൾ ഇവിടം തൊട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിങ്ങനെ കറങ്ങി. അതാണ് ഇത്രയും നേരത്തെ വന്നതിൻ്റെ ഗുണം. പക്ഷേ ഇതൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം, മനസ്സമാധാനമായിട്ട് ഇനി തിരിച്ച് നടക്കാം. വരുന്ന വഴിക്ക് ആൾക്കാരിങ്ങനെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. അതെടുത്തിട്ട് ഇവരത് ഫോളോ ചെയ്യും. അതാണ് പ്രോബ്ലം. സ്കീയിങ്ങിൻ്റെ ഒരു ഏരിയ ആണ്. സോ ഞാനിവിടെ സ്കീയിങ്ങിൻ്റെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ കുറേ നിർബന്ധിച്ച് അങ്ങനെ ഞാൻ ധൈര്യം സംഭരിച്ച് ചെയ്ത് നോക്കി. ഇപ്പോൾ ഞാൻ നല്ല സ്റ്റൈലായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ടപ്പോ എന്ന് പറഞ്ഞ് വീണു. ഒന്നല്ല, പല പ്രാവശ്യം വീണു കേട്ടോ. സ്കീയിങ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്ന ഞാനാ. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. 2-3 പ്രാവശ്യം വീണു. ഇത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് സർഫസാണ്, വലിയ മൗണ്ടൻ ഏരിയ അല്ല. അയ്യോ, നേരെ വീണത്. ഓക്കെ, അവിടെ എന്തോ കളിയൊക്കെ നടക്കുന്നു. ഞാൻ വിചാരിച്ചു അവർ തെന്നി വീണമെന്ന്. ഇപ്പോൾ എൻ്റെ അമ്മേ ഷെയ്ഡ്സ് വെച്ചതിൻ്റെ ഗുണം മനസ്സിലായി. നല്ല വെയിലും ചുട്ട വെയിലാണ് ഇപ്പോൾ, പൊരിഞ്ഞ വെയിൽ. ഫുൾ വൈറ്റ് ആയത് കാരണം നല്ല ഗ്ലെയർ അടിക്കും. മഞ്ഞിൽ ലൈറ്റ് തട്ടിയിട്ട് കണ്ണ് തുറക്കും അന്തയായി പോകും. ഓക്കെ, ഇവിടെ ഞാൻ പോസ്റ്റാണ്. എൻ്റെ ഭർത്താവിനെ കാണാനില്ല, എവിടെയോ തപ്പിയിട്ട് വരാം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പോയത് ഒരു സമ്മർ പാലസിലേക്കാണ്. ഇത് ഓൺ ദ വേ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടിലൊന്ന് വണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇതാണ് മഹാരാജ പാലസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ 50 റുപ്പീസാണ് ടിക്കറ്റിന്. ഷൂ ഇടാൻ പാടില്ല, അത് കാരണം നമ്മൾ ഫ്ലോർ പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇതിപ്പോൾ ഒരു മ്യൂസിയം കൂടിയാണ്. പണ്ടത്തെ തോക്കുകൾ, പണ്ടത്തെ ആയുധങ്ങൾ, വാള്, ഹാങ്ങേഴ്സ്, പണ്ടത്തെ ക്ലോക്കുകൾ, കുറച്ച് അളമാരികൾ. കല്ലാണ് ഫ്ലോറിന്. നല്ല തണുപ്പുണ്ട് കല്ലിന്. കാല് വേദന എടുത്ത് തുടങ്ങി. ഇത് ആക്ച്വലി ഇതായിരുന്നു തുറന്ന് കിട്ടേണ്ടത്. നല്ല വ്യൂ അല്ലേ? പക്ഷെ ഇത് അവർ ലോക്ക് ചെയ്തേക്കാം. അപ്പം തിരിച്ചു പോകാം. താഴെ എന്താ നോക്കാം. ഇതൊരു ദർബാർ. കോൺഫറൻസ് റൂംസ് പോലെ പണ്ടത്തെ കുറേ ഉണ്ടല്ലോ. ഒരു മരമൊക്കെ പൊട്ടിപ്പോകുന്നു. അയ്യോ, ഇവിടുത്തെ വ്യൂ നോക്കട്ടെ. ഇവിടെയും മഞ്ഞ് എൻ്റെ ഫുൾ പൊളിഞ്ഞ്. അയ്യോ, ഹൈഡ് ഡാൻസ് കളിക്കാൻ പറ്റിയ സ്ഥലം. വീണ്ടും എൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ അനു ഷെടാ PM ഓഫീസ് പോയിന്റ്. ഓക്കെ, നമ്മൾ പോവാം. രാജ ഹരിസിംഗ് ആൻഡ് മഹാറാണി ശ്രീമതി താരാദേവി. ഡ്രങ് വാട്ടർഫോളിൻ്റെ അവിടേക്ക് എത്തി. ആൻഡ് ദിസ് ഈസ് വാട്ടർഫോൾ. ഇത് വാട്ടർഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ കണ്ടോ മുകളിൽ ഒരു പൈപ്പ് കണ്ടോ?
ആ പൈപ്പിൽ കടത്തിവിടുന്ന വെള്ളമാണ്. നാച്ചുറലി അവിടെ നിന്ന് ഒഴുകി വരുന്നതല്ല. ബേസിക്കലി കൈൻഡ് ഓഫ് ഒരു ഡാം പോലെ, ഡാമിൻ്റെ ഓപ്പണിംഗ് പോലെ അതിന് പകരം ഇവർ ഈ പൈപ്പിൽ കൂടെ തുറന്നു വിടുന്നതാണ്. പക്ഷെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, ഭയങ്കര ഫേമസ് ആണ്. കാശ്മീരിൻ്റെ വൺ ഓഫ് ദ വിസിറ്റിംഗ് സ്പോട്ടും കൂടിയാണ്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ അതും വെള്ളം ഒഴുകി വന്നതാണ്, പക്ഷെ അത് ഫ്രോസൺ ആയതാണ്. ആക്ച്വലി വിൻ്റർ ടൈമിൽ ഇത് ഫുൾ ഫ്രോസൺ ആയിട്ടിരിക്കും, പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെ കാണാനുള്ള ഭാഗ്യമില്ല. ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ. സെയിം മറ്റേ മാഗി, കാവ, ടീ, കോഫി, സ്നാക്സ് അങ്ങനെയൊക്കെ. ഇവിടെ പക്ഷെ തണുപ്പുണ്ട്. ഇത്ര നേരം ചിലപ്പോൾ കാറിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ടായിരിക്കാം, പക്ഷേ ഐ ലവ് ഡ്രങ്ക്. ഫുഡ്സ് എടുത്ത സ്ഥലത്ത് നിന്ന് റെൻറ്റിന് കൊടുത്തു. ഞങ്ങളിപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ വന്നേക്കാം. സ്നാക്സ് വാങ്ങിച്ചിട്ട് ഇത് ഇവിടുത്തെ ഒരു കാശ്മീരി കാശ്മീരി ഫേമസ് ആയിട്ടുള്ളൊരു എന്താ സംഭവം, നല്ലൊരു കൈൻഡ് ഓഫ് ഒരു ബിസ്ക്കറ്റ് പോലെ. ഇതൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. ഞങ്ങൾ ചെറിയ ഷോപ്പിംഗ് നടത്തുമെന്ന് അറിയില്ല, എന്നാലും കയറി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഒരാൾ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ഷോളാണ്. എത്ര റേറ്റ്? 2250 ഈ ഒരു ഷോളിന്. ചിലതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിങ്കിനുണ്ടല്ലോ 8000 അവർ പറഞ്ഞേക്കുന്നത്. ഭംഗി കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ആ ബ്ലാക്ക് ഓർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലതൊക്കെ ഭയങ്കര ലുക്ക്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയുമാണ്. അപ്പം നമ്മൾക്ക് അത്രയും കോസ്റ്റ്ലി വേണ്ട. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ ഷോളിൻ്റെ വർക്ക് കണ്ടോ, നല്ല ഭയങ്കര. ഇത് പ്യുവർ കോട്ടൺ ആണ്, പക്ഷേ ഇതിന് 4500. ഐ മീൻ അത്രയും വരുമോ എന്ന് ചോദിച്ചാൽ വരുമായിരിക്കാം, മേ ബി. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാല്ലേ? ഇതൊരെണ്ണം കണ്ടത്. നല്ല മെറ്റീരിയൽ, സോഫ്റ്റ് കോട്ടൺ, ഒരു നല്ലൊരു കളർഫുൾ പ്രിന്റ്. സോ ഇത് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നു. ഇതൊക്കെ ഷോർട്ട് ലിസ്റ്റഡ് ആണ് കേട്ടോ. നോക്കാം ഇനി ഇതെല്ലാത്തിൽ നിന്ന്. ഇവിടെ കോസ്റ്റ്ലി സാധനമുണ്ട്, എന്നാൽ നമുക്ക് പറ്റുന്ന വലിയ കോസ്റ്റില്ലാത്ത സാധനങ്ങളുണ്ട്. നമ്മളൊരു റേഞ്ച് പറഞ്ഞാൽ അതിൻ്റെ അവർ എടുത്തു തരും കേട്ടോ, അല്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്യിപ്പിക്കൊന്നുമില്ല. ഇതാ സെയിം സാധനത്തിൻ്റെ പല കളർ പ്രിൻറ്റ്, പല കളർ. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് ഇതൊരു ഷോളാണ്, വുളൻ ഷോളാണ്. പിന്നെ ഇതൊരു സൂട്ട് സെറ്റാണ്, ഷോളില്ല. ഇതൊരു സൂട്ട് സെറ്റ് അഗെയിൻ. ആൻഡ് ഇത് കംപ്ലീറ്റ് സെറ്റാണ്, ഷോളും കോട്ടൺ പാൻറ്റും. ഇത് പഷ്മീന കോട്ടൺ, നല്ലൊരു കളർഫുൾ പ്രിൻറ്റ്. കടയുടെ പേര് ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. സോ ഇൻ കേസ് കാശ്മീർ വരാണെങ്കിൽ ഇവിടെ കയറിക്കും. നല്ല എന്താ പറയുക, കംഫർട്ടബിളാണ്. നമുക്കവർ കാവയൊക്കെ തന്നിട്ട് കുടിക്കാൻ, അതൊന്നും ഞാൻ കാണിക്കാൻ പറ്റിയില്ല. കാവയൊക്കെ തന്നു നമുക്ക് കഴിക്കാനായിട്ട്. നല്ല കട, കുറേ കളക്ഷൻസ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. റേഞ്ചും പല പല റേഞ്ചുണ്ട്. സാധനം കണ്ടുപിടിച്ചിട്ടാണ്. ഇതൊരു കുർത്തിയാണ്. സൂപ്പർ കുർത്തി, ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുൾ പക്ക കാശ്മീരി. ഈ കടയുടെ പേര് കേട്ടോ, റോയൽ കാശ്മീർ ഹട്ട്. മെഷീൻ മെയ്ഡ് ആൻഡ് ഹാൻഡ് മെയ്ഡ് ആർ ഹിയർ. സോ ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് മുഗൾ ദർബാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വന്നിട്ട്, ഇതൊരു ഇവിടുത്തെ ഒരു ഫേമസ് പ്ലേസ് സ്പോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാൻ പോകുന്നത്
എന്താണെന്ന് വരുമ്പോൾ പറഞ്ഞുതരാം. ഇതിപ്പോൾ സൈഡ് ഡിഷായിട്ട് അവർ കൊണ്ടുവന്നതാണ്. സോ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ്. ഒരു വെറൈറ്റി സംഭവമാണ്, ഇവിടുത്തെ ഒരു ഫേമസ് കാശ്മീരി ഫേമസ് സംഭവമാണ്. സോ ഇത് അവർ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ കുറേ തവണ ഞാൻ ഇത്രയും ഓക്കെ. സോ ഇതാണ് വസ്വാൻ, ദ ഫേമസ് വസ്വാൻ, ദ മട്ടൺ റോഗൻ ജോഷ്. ഇതിൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായാൽ മട്ടൻ്റെ തന്നെയാണ്, ഇതും മട്ടൻ്റെ തന്നെയാണ്. മട്ടൺ മീറ്റ് ബോൾ പോലെ എന്തോ ഒരു സ്പെഷ്യൽ പേരുണ്ട്, ഞാൻ പിന്നെ നോക്കിയിട്ട് പഠിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ സാധനം. ഇതിൻ്റെ അകത്ത് കുറേ ഐറ്റം ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഹാഫ് പോർഷനാണ് എടുത്തേക്കുന്നത്. എൻ്റെ അമ്മേ, ഹാഫ് പോർഷൻ തന്നെ നോക്കി ഇത്ര സാധനമുണ്ട്. അപ്പോൾ ഫുള്ളൊക്കെ എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ നോക്ക്. ഇതിൽ ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, പിന്നെ എന്തൊക്കെയോ റൈസ് ഉണ്ട്, പല ടൈപ്പ്. ഇത് ധാരാളം. ഹാഫ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ 2 പേർക്ക്, 2 അല്ല അതിൽ കൂടുതൽ പേർക്ക് കഴിക്കാനുള്ള കറിയും കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഫിനിഷിങ് കബാബ്സ് ആണോ അത്. ഓക്കെ. അപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തോ, അത് കഴിയുമ്പോൾ ഞാൻ എങ്ങനെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇനി കഴിക്കട്ടെ. ബൈ ബൈ. സാധനം കൂടി വന്ന് വാൾനട്ട് ചട്നി. അതൊരു വെറൈറ്റി സംഭവമാണ്, വാൾനട്ട് ചട്നി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫുൾ കോഴ്സ് റെഡി. അപ്പോൾ ഇനി കഴിക്കട്ടെ. കഴിക്കാനൊരു രീതി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ രീതിയാണ് അവർ പറഞ്ഞു തന്നത്. ഇതിൽ ഫുൾ കോഴ്സ് മീലാണ്. അപ്പോൾ ഫസ്റ്റ് മട്ടൺ ചാപ്സ് വെച്ച് കഴിക്കണം, അത് കഴിഞ്ഞ് കബാബ് കഴിക്കണം, പിന്നെ ചിക്കൻ ലെഗ്, പിന്നെ ഇത് എന്തോ ഒരു ചിക്കൻ ടിക്ക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ റൈസ് കഴിക്കാനായിട്ടാണ് നമ്മൾ ജോഷ് യൂസ് ചെയ്യാം, ഈ സാധനങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ ഈ കബാബ് കഴിക്കാനായിട്ടാണ് ഈ വാൾനട്ട് ചട്നി വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ ലാസ്റ്റ് റൈസിൻ്റെ കൂടെ കഴിക്കേണ്ടത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ രീതി വസ്വാൻ കഴിക്കുന്നതിൻ്റെ. ഓക്കെ. അപ്പോൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താലേ തീരുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഗെറ്റിംഗ് ഇൻ ടു ആക്ഷൻ. ഒരു ഹെവി കോഴ്സ് മീൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ഡെസേർട്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു കടയാണ് കേട്ടോ, അവിടെ പോയി. അങ്ങനെ ഡേ 2 ഇൻ ഗുൽമാർഗ് ഇതാ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.